ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ ജുളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബാല എപ്പോഴും ഒരു സോഷ്യൽ മീഡിയ ഡിസ്കഷനിൽ വരുന്ന ഒരാളാണ്. അത് സോഷ്യൽ മീഡിയ വിചാരിക്കുന്നതുകൊണ്ടല്ല, ബാല വിചാരിക്കുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ചർച്ചാ വിഷയമാവുന്നത്. എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു അനക്കം ഉണ്ടാക്കുക എന്നുള്ളത് ബാലയുടെ ഒരു ആവശ്യമായിട്ടാണ്. പല വിഷയങ്ങളിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല എന്നല്ല, ഇപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം, സോഷ്യലി റെലവൻ്റ് ആയ ഒരു വിഷയമാണ് അതിലുള്ളതെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല. ഇവൻ അതൊരു ഹോട്ട് കേക്ക് ആയാലും അല്ലെങ്കിൽ വളരെയധികം സാധ്യതയുള്ള ആളുകൾ കാണാനും കേൾക്കാനും സാധ്യതയുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും സോഷ്യലി റെലവൻ്റ് ആണെങ്കിൽ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബാക്ക് ഫയർ എന്ന് പറയുന്നത്. നമ്മൾക്ക് ആ വ്യൂവർഷിപ്പ് അതിനനുസരിച്ച് കുറയും. പക്ഷെ എങ്കിലും സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം എന്നെ കാര്യമായിട്ട് ബാധിച്ചത് ഒക്ടോബറിൽ നല്ല രീതിയിൽ ചാനൽ പെട്ടെന്ന് വ്യൂവർഷിപ്പ് വരുന്നു, ഒരുപാട് പേര് കാണുന്നു. കാരണം ഞാൻ എടുത്ത ടോപ്പിക്കുകൾ അതേപോലെയുള്ളതായിരുന്നു. ഒരല്പം പലരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ പലപ്പോഴൊക്കെ സംസാരിക്കേണ്ടി വന്നു. അതുകൊണ്ട് അതിന് വ്യൂവർഷിപ്പ് കൂടുതലായിരുന്നു. പിന്നെ എനിക്കെന്ന് തോന്നി ഇങ്ങനെ തന്നെ സംസാരിക്കേണ്ട ആവശ്യം തിരിക്കുന്നു. ഈ നമ്മൾക്ക് സോഷ്യലി റെലവൻ്റ് ആയ വിഷയം സംസാരിച്ചപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഇതൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രവീൺ പ്രണവിന്റെ വിഷയം കത്തി നിന്ന സമയത്ത് പോലും അതില് ഡൊമസ്റ്റിക് വയലൻസ് മാത്രമാണ് നമ്മൾ വിഷയമാക്കിയത്. പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നടത്തിയൊരു ശ്രമവും, ഇത് രണ്ടും മാത്രമാണ് നമ്മൾ സബ്ജക്റ്റ് ആക്കിയത്. ബാക്കി അതിനുശേഷം അവർ വാഴ വെച്ച കഥകൾ കാണുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. പിന്നെ ഏതോ ഒരു വ്ളോഗർ അവർ വിവാഹം കഴിച്ച് വിടവെന്ന് വിളിക്കരുത്, അവരാണ് അട്രാക്ഷൻ പോയിന്റ് എന്നൊക്കെ രീതിയിൽ ഏതൊരു ലേഡിയുടെ ഒരു വ്ളോഗർ. പക്ഷെ അതൊക്കെ അപ്പോഴും വ്യക്തിപരമായ കാര്യം. ഇപ്പം ബാലയുടെ കാര്യം തന്നെയാണെങ്കിൽ അദ്ദേഹം വീട് മാറിപ്പോയി, അതൊക്കെയുള്ള വ്യക്തിപരമായ കാര്യം, നമ്മളതിനകത്ത് സംസാരിക്കുന്നത്. പക്ഷേ ഈ വിഷയം അങ്ങനെയല്ല. ഇതിലൊരു ടോക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ഓൺലൈൻ മീഡിയ, എന്തൊരു പാപ്പരാസി എന്നാണ് ആ ചാനലിന്റെ പേര്, ആ ചാനൽ ചെയ്തിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാല ഫേസ്ബുക്കിൽ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്സെറ്റായിരുന്നു. എന്താണ് മീഡിയക്ക് എന്ത് പറ്റി? നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടുക, ഭയങ്കര വൈറലാവുന്നു. അടുത്തവന്റെ ഭാര്യയെ വേലക്കാരിനൊക്കെ വിളിക്കോ, സെർവൻസിനൊക്കെ വിളിക്കോ? ഇതാണ് നിങ്ങളുടെ സംസ്കാരം. മറ്റവരുടെ ഭാര്യയെ കുറിച്ച് വേലക്കാരിയുടെ മകനൊക്കെ വിളിക്കോ, എന്റെ മാമന്റെ പെണ്ണെ. അപ്പൊ നിന്റെ ഭാര്യയെ കുറിച്ച് നമ്മ പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ சொல்றேன், സിനിമാவை കുറിച്ച് സംസാരിക്കും, വ്യക്തിത്വം കുറിച്ച് സംസാരിക്കും, അഭിനയം കുറിച്ച് സംസാരിക്കും, ഒരു പടത്തിന്റെ റിലീസിനെ കുറിച്ച് സംസാരിക്കും. എങ്ങനെയാണ് ധൈര്യം വരുന്നത് നിങ്ങൾക്ക്? എന്റെ ഭാര്യ എന്നെ കണ്ണ് നിറഞ്ഞു. അടുത്തെന്റെ ഭാര്യ വേലക്കാരിയും ഒക്കെ വിളിക്കുവോ? അങ്ങനെയൊക്കെ ഉണ്ടോ? റൂൾസ് ഇവിടെ ഉണ്ടോ? ഈ നാട്ടിൽ ഉണ്ടോ? പിന്നെ ഗോകുലയുടെ അച്ഛൻ വിളിച്ചു, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോ തന്നെ ഞാൻ അമ്പലം കാര്യങ്ങൾ നല്ല പ്രവർത്തനം ഇവിടെ മലയാളീസ് വേണ്ടിയും വൈക്കത്തിന് വേണ്ടിയും എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഞാൻ എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ? എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്ത് വേണമെങ്കിലും പറയും. അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എന്ത് പറയും, അടുത്തവന്റെ മക്കളെ കുറിച്ച് എന്ത് പറയും. നിങ്ങൾ അടിച്ചു കയറി വീട്ടിലേക്ക് വരാൻ പറ്റും. അതാണ് നിങ്ങളുടെ സംസ്കാരം, അല്ലേ? അവർ അച്ഛനെ വിളിച്ചിരുന്നു, രാഷ്ട്രീയക്കാരന് പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞ്. പൊളിറ്റിക്സിന് ഞാൻ കൊടുക്കില്ല, അവർ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. കേട്ടോ? ഇത് കൊടുത്തവൻ മാപ്പ് പറയണം. അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ സംസാരിക്കും? ശരി, ഒരുത്തൻ സംസാരിച്ചു, அதை എടുത്തിട്ട് എല്ലാവരും കൂടെ മ്യൂസിക്. ഞങ്ങൾക്ക് ഫോൺ കാൾ വരില്ലേ? ഇങ്ങോട്ട് ഫോൺ കാൾ വരില്ലേ? ആദ്യം ഞാനല്ല തുടങ്ങി വെച്ചത്, എതുവുമേ ഞാനല്ല തുടങ്ങി വെച്ചത്. ആദ്യം അത് മനസ്സിലാക്കുക. ആക്ഷൻ ഇസ് ഡിഫറെന്റ്, റിയാക്ഷൻ ഇസ് ഡിഫറെന്റ്. നിങ്ങൾ തുടങ്ങി വെക്കുക, എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യുക. ഒരു മര്യാദ വേണം. നീ എന്താണോ വിചാരിച്ചേ? കോഹ്ലിയുടെ കുടുംബം ഏതാണെന്ന് എനിക്കറിയാവോ? നീ എന്ത് അങ്ങനെ അറിയാം, നമുക്കറിയാം. ഡയറക്ട് മെസ്സേജ് ടു യു. മാപ്പ് പറയണം. ഞങ്ങൾ നിയമത്തെ വിട്ടുകൊടുക്കില്ല. അവർ അച്ഛൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. കേട്ടോ? ഇനി തൊട്ട് അടുത്തവന്റെ, എന്റെ കാര്യം മാത്രമല്ല, അടുത്തവന്റെ കുടുംബത്തിലെ കയറി കളിക്കാം. ഡയറക്ട് വാർണിംഗ്. അതല്ല
ഇതാണ് ബാലയുടെ വീഡിയോ. ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യ കോകിലയുടെ ഒരു ഫോട്ടോ പുറത്തുവിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ എന്തായാലും കാണിക്കുന്നില്ല. ആ ഫോട്ടോ പുറത്തുവിട്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ നടക്കുന്നു. അതിന് പിന്നാലെ ഒരാൾക്ക് റിയാക്ട് ചെയ്തിരുന്നു. ചില റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടത് ഇത് ബാലയുടെ വിവാഹമല്ല, ബാലവിവാഹമാണെന്ന രീതിയിൽ, അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുവെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ അർത്ഥം വരുന്ന ഒരു ടൈറ്റില്. പിന്നെ ഈ പറയുന്നത് പോലെ വേലക്കാരിയുടെ മകളാണ് എന്ന രീതിയിൽ പറയുന്നു. പക്ഷെ അതിനകത്ത് പറയുന്നുണ്ട് ഇവരുടെ സഹോദരിയുടെ മകളാണ് എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ തമിഴ്നാട്ടിലെ ആചാരമനുസരിച്ച് അക്കപ്പൊണ്ണ് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ മകള് മുറപ്പെണ്ണാണ് വിവാഹം കഴിക്കുന്നതിൽ അവിടുത്തെ ഒരു ആചാരമനുസരിച്ച് തെറ്റൊന്നുമല്ല എന്നുള്ളതാണ്. അങ്ങനെ വിവാഹം കഴിച്ചതാണെന്ന് അറിയുന്നു. അതിലൊക്കെ എന്തെങ്കിലും വിഷയമുണ്ടെന്ന് തോന്നുന്നില്ല. ബാല ഇപ്പൊ നാലാമത് വിവാഹം കഴിച്ചത് എനിക്ക് വിമർശിക്കണമെന്ന് തന്നെ തോന്നിയിട്ടില്ല. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ സംസാരിച്ചുള്ള വിഷയം അമൃതമായിട്ടുണ്ടായ വിഷയമാണ്. അതേപോലെ എലിസബത്ത് ഈ വിഷയത്തിൽ അവരൊരു ട്രോമ ഓവർകം ചെയ്തു വരുന്ന പറഞ്ഞ സാഹചര്യം, അത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അതിനകത്ത് ബാലയുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ തോന്നിയിട്ടില്ല. കാരണം ബാലയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ബാലയ്ക്കെതിരായിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു വിഷയം അങ്ങനെയല്ല. ഈ ഒരു വിഷയത്തിൽ ഇത് വിവാദം ഉണ്ടാക്കാൻ തന്നെ ഉണ്ടാക്കിയൊരു വിഷയമായിട്ട് തോന്നി. ഇത് ആരാണ് ഈ ഫോട്ടോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതിന് പിന്നിലെന്നറിയില്ല. ചിലർ അമൃതയാണെന്ന് പറയുന്നു. ഇനി ബാല തന്നെ ഈ വിവാദം കുത്തിപ്പൊക്കാൻ കൊണ്ടുവന്ന രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നു സംസാരിക്കേണ്ട വിഷയം പോലുമല്ല. ഇത് ആരാണ് കൊണ്ടുവന്ന് വെച്ചാൽ അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. അതിനുശേഷം നമ്മൾക്ക് അവരുടെ ഇന്റൻഷനെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പേ സംസാരിക്കേണ്ട വിഷയം, ഇങ്ങനെ ഒരു ഫോട്ടോ കൊണ്ടുവരേണ്ട ആവശ്യം എന്തിരിക്കുന്നു ഇവിടെ? ഇനിയിപ്പോ ബാല വിവാഹം കഴിച്ച പെൺകുട്ടി അവിടെയുള്ള വേലക്കാരിയുടെ മകളാണെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം? അതിനെ വെച്ച് മറ്റുള്ളവരൊരു വിവാദം ഉണ്ടാക്കണം അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു വ്യക്തിപരമായ കാര്യമാണ്. അതല്ല എങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സംഭവം പുറത്തുവരും. ഇത് വെറും ഊഹാപോഹം മാത്രമാണ് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്റ്റോക്കിംഗ് ആ ഒരു പെൺകുട്ടിക്ക്, കോകില എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ബാല ഒന്ന് സംസാരിക്കുന്നത്. അത് നിയമപരമായിട്ട് തന്നെ ശരിയല്ല, തെറ്റാണ്, സ്റ്റോക്കിംഗ് ആണ്. അത് സംസാരിക്കേണ്ട വിഷയമായതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം സംസാരിക്കാൻ എടുത്തത്. മറ്റൊരാളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ നിന്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു അധാർമികതയുണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ട് തന്നെയാണ് ബാലയുടെ ആ ചോദ്യം റെലവെന്റ് ആയിട്ട് തോന്നുന്നത്. എന്തിനാണ് ഈ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇത് വേലക്കാരിയുടെ മകളാണോ, ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ, ബാലവിവാഹമാണോ അല്ലയോ എന്നൊക്കെ രീതിയിൽ ചോദ്യം ഉണ്ടാക്കുന്നത്? അതറിയാമെങ്കിൽ അറിയാവുന്ന രീതിയിൽ പറയുക. ബാലയുടെ ഈ പ്രകടനങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേയും കണ്ടിട്ടുള്ളതാണ്. എലിസബത്തിനെ ചേർത്ത് നിർത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല കാര്യങ്ങളും. പിന്നീട് അവരുടെ ആ ദാമ്പത്യ ജീവിതവും എങ്ങും എത്താതെ പോയി. എന്നിരുന്നാൽ തന്നെയും ഞാൻ പലപ്പോഴും ആവർത്തിച്ച കാര്യങ്ങൾ, ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരസ്പര ബഹുമാനത്തോടെ പിരിയുക എന്നുള്ളതാണ് ശരിയായ രീതി. അതിനുശേഷം വേറെ വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആര് വിവാഹം കഴിച്ചാലും, ഇനിയിപ്പോൾ എലിസബത്ത് വിവാഹം കഴിച്ചാലും അമൃത മറ്റൊരു വിവാഹം കഴിച്ചാലും ബാല ചിലപ്പോൾ ഇത് ബ്രേക്കപ്പായി വേറെ വിവാഹം കഴിച്ചാലും ഒന്നും പറയാനില്ല കാര്യത്തിൽ. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ എന്ന് കരുതി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വിറ്റാൽ കാശ് കിട്ടുമെന്നിരിക്കെ ഇത്തരത്തിൽ രീതിയിലൊരു അപവാദ പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ശരിയായ ഒരു കാര്യമല്ല. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ബാലയുടെ ഭാഗത്താണ് ശരിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാലയുടെ ഭാഗത്ത് ശരിയെന്ന് പറയുമ്പോൾ കോകിലയുടെ ഭാഗത്തുള്ള ശരിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ആ പെൺകുട്ടി ഇതിനകത്ത് എന്ത് വിളിച്ചു, ആ ഫോട്ടോ പുറത്തു വിടുന്നു, അതിനു മുന്നിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാവും. ആ റിയാക്ഷൻ വീഡിയോസിലൊക്കെ ഊഹാപോഹ കണക്കുകളാണ് പറയുന്നത്. എനിക്ക് എന്ത് വിഷയത്തിലും അവിഹിതം കാണുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. എ ആർ റഹ്മാന്റെ വിഷയം സെപ്പറേറ്റ് ആയ സമയത്ത് അത് ഈ പറയുന്ന പോലെ അതൊരു ഹോട്ട് കേക്കാണ്. പക്ഷെ അത് നമ്മൾ റിയാക്ട് ചെയ്യാനും പോലും എടുത്തിട്ടില്ല. എടുക്കാനുള്ള കാരണം എ ആർ റഹ്മാനും ഭാര്യയും തമ്മിലുള്ള ഡിവോഴ്സ്, അത് അവർ രണ്ടുപേരും വ്യക്തിപരമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിൽ നമ്മളൊന്നും പറയേണ്ടതില്ല. മാത്രം അവരുടെ മക്കളുടെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ, ഞങ്ങളുടെ പ്രൈവസി ബഹുമാനിക്കണമെന്ന്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതൊരു ബാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെ അതിനെക്കുറിച്ച് സ്റ്റോറി ഉണ്ടാക്കിയ ആളുകളുണ്ട്. എ ആർ റഹ്മാന്റെ ട്രൂപ്പിലുള്ള ഒരു പെൺകുട്ടിയുടെ ഡിവോഴ്സ് അതോടൊപ്പം തന്നെ നടന്നു. അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ വിളിച്ചിരുന്നൊരു ഇന്റർവ്യൂ നടത്തുന്നതൊക്കെ ഉണ്ട്. ആ ചാനലിന്റെ നിലവാരത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോവാണ്. എന്തേലും ആട്ടെ. മറ്റൊരു സൈഡിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ടുപേരും, അമൃതയായാലും എലിസബത്ത് ആയാലും അവർ അവരുടേതായ സ്വകാര്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. ഏറ്റവും അവസാനം ഞാൻ പ്രതികരിച്ചത് അമൃതയുടെ ഒരു Q&A ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതിലും പറഞ്ഞിരുന്ന കാര്യങ്ങൾ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ മാത്രം എടുത്ത് ഞാൻ സംസാരിച്ചത്. ഒരു സിംഗിൾ മദറിനെ സമൂഹം കാണുന്ന രീതി, അതൊരു സിംഗിൾ മദറിനുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ, അതവരെങ്ങനെ നേരിടുന്നു എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അതിന്റെ അപ്പുറത്തേക്ക് പേഴ്സണൽ ഒരു അഫെയറിലേക്കും സംസാരിച്ചു പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ അമൃത സുരേഷ് വേറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾക്കതൊരു വിഷയമല്ല, റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യം പോലുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ വിഷയം വ്യക്തിപരമായിട്ട് തന്നെയാണ്. പക്ഷെ ഈ ഒരു കാര്യം, ആ പെൺകുട്ടിയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുക, അതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും യൂഹാപോഹങ്ങളിൽ പെട്ടവരാണ്, ഇനി അതല്ലാത്ത ആളുകളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ കോകിലയുടെ അച്ഛൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞ് നല്ല കാര്യം. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവന്മാരെ പിടിച്ചകത്ത് പോകേണ്ടവരാണ്. അതേപോലെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു പുള്ളിക്കാരനുണ്ട്, അയാളെ എന്ത് പരിപാടിയായാലും അതൊരു അഭിഹിതം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വളരെ താല്പര്യമുള്ള പുള്ളിക്കാരൻ. അയാളൊക്കെ ഇതേമാരെ പിടിക്കപ്പെടണം. ഇടയ്ക്കൊക്കെ ഒന്ന് കിട്ടുന്ന നല്ലതാണ്. ഇതേമാരെ വന്നിരുന്നു ഒരു ബന്ധവുമില്ലെങ്കിലും അതങ്ങ് സംഭവിച്ച പോലെ വന്നിരുന്നു പറയുന്നത്.
എന്തായാലും ഈ വിഷയത്തിൽ ബാല പറയുന്നതാണ് ശരിയെന്നാണ് തോന്നുന്നത്. ഒരു ഫോട്ടോ പുറത്തുവിട്ട പെൺകുട്ടിയുടെ നേരെ സൈബർ ആക്രമണം നടത്താൻ ശ്രമിച്ചത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന സംഗതിയല്ല. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.